ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉള്ളതായിട്ട് കിട്ടുന്നില്ല. ഇത് അനാവശ്യമായിട്ട് ചിന്തിച്ച് എടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് കിട്ടുന്നത്. എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടീനെ ഇവിടെ കാണുന്നില്ല. എന്തായാലും മിസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ രണ്ടു പേർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് നല്ല പോലെ ഈ വ്യക്തിനെ, അതായത് പാർട്ട്ണറിനെ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട്. പഴയ പല കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും. അന്നത്തെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും. പിന്നെ റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുണ്ട് റീയൂണിയൻ, അത് ഉറപ്പായിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ 3 നൈറ്റ് വന്നിട്ടുണ്ട്. അതായത് നൈറ്റ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ റീയൂണിയൻ ഉണ്ട്. ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.